തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ബിജെപിക്ക് മേൽ വീര്യം കൂടിയ അണുബോംബ് വർഷിച്ച് കോൺഗ്രസ് 1000 കോടി രൂപ കോഴപ്പണമായി ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയെന്ന രേഖാസഹിതമാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. അതേസമയം കാരവൻ മാഗസിനും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സുർജേവാലയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. ബിജെപിയുടെ കേന്ദ്രമന്ത്രിമാർ അടക്കം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നു. അതേസമയം മൊത്തം 1800 കോടിയുടെ അഴിമതി പണമാണ് നൽകിയതെന്നാണ് സുർജേവാല ആരോപിക്കുന്നത്. എഡ്ഡി ഡയറീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തലവേദന ബിജെപിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ ബിജെപി നേരിട്ടതിൽ വെച്ചുള്ള വലിയ അഴിമതി ആരോപണമാണ് ഇത്. ഞങ്ങൾ ഒരു കളവ് കൈയോടെ പിടിച്ചിരിക്കുകയാണ്. കള്ളനെയും പിടികൂടിയിട്ടുണ്ട്. ബിജെപി നേതാക്കൾ വൻ അഴിമതി കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. മുൻ ബിജെപി മുഖ്യമന്ത്രിയായ BS യെദ്യൂരപ്പയും ബിജെപി നേതാക്കളും തമ്മിലുള്ള അനധികൃത ഇടപാടിന്റെ രേഖകളാണ് ഇത്. ബിജെപിയുടെ ആദർശത്തിന്റെയും സത്യസന്ധതയുടെയും മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇക്കാര്യം ബിജെപി അന്വേഷിച്ചില്ലെന്നും സുർജേവാല ചോദിക്കുന്നു. എഡ്ഡി ഡയറീസ് എന്ന പേരിട്ട ഡയറി കുറിപ്പുകളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2690 കോടി രൂപയുടെ കൈമാറ്റം നടന്നത്. ഇതിൽ 1800 കോടി രൂപയും യെദ്യൂരപ്പ നൽകിയത് ബിജെപി കേന്ദ്ര നേതൃത്വത്തിനാണ്. യെദ്യൂരപ്പ ആ സമയത്ത് കർണാടക മുഖ്യമന്ത്രിയാണ്. ആദായ നികുതി രേഖയിലെ ഓരോ പേജിലും അദ്ദേഹത്തിന്റെ ഒപ്പുമുണ്ട്. ഇതാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയതെന്നും സുർജേവാല പറഞ്ഞു. ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വലിയ നേതാക്കളുണ്ട്. ജഡ്ജിമാരും അഭിഭാഷകരും വരെ എഡ്ഡി ഡയറീസിലുണ്ട്. 50 കോടി രൂപ മുതൽ 250 കോടി വരെയാണ് ഇവർക്ക് കൈക്കൂലിയായി ലഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ കൈവശം എഡ്ഡി ഡയറീസ് 2017 ഓഗസ്റ്റ് മുതലുള്ളതുണ്ട്. മോദിയുടെ മന്ത്രിസഭ ഇപ്പോൾ അഴിമതിയുടെ നിഴലിലാണ്. ഇവരാണ് മന്ത്രാലയം നടത്തുന്നത്. ഈ ഡയറി കുറിപ്പ് സത്യമല്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അന്വേഷിച്ചില്ല? ആരോപണം എളുപ്പത്തിൽ തെറ്റാണെന്ന് തെളിയിക്കാമായിരുന്നില്ലേ? ഇത് സത്യമാണെങ്കിൽ ബിജെപിയുടെ അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് ഇത്. എന്തുകൊണ്ടാണ് സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവാതിരുന്നത്? ലോക്പാലും സ്വതന്ത്ര ഏജൻസികളും നമുക്കുണ്ട്. കള്ളനായ കാവൽക്കാരൻ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ടെന്നും സുർജേവാല പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ കൈവശമുള്ള ഡയറിയിൽ യെദ്യൂരപ്പയുടെ എഴുതിയ കുറിപ്പുകളാണ് ഉള്ളത്. 1800 കോടി രൂപ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. ബിജെപി കേന്ദ്ര കമ്മിറ്റി, ജഡ്ജിമാർ, അഭിഭാഷകർ എന്നിവർക്ക് നൽകിയെന്ന് 2009 ഡയറിയിലാണ് ഉള്ളത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് 150 കോടി, രാജ്നാഥ് സിംഗിന് 100 കോടി, LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതം നൽകിയെന്നുമാണ് എഡ്ഡി ഡയറീസിൽ ഉള്ളത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് 10 കോടി രൂപ നൽകിയെന്നും യെദ്യൂരപ്പ പറയുന്നു. 250 കോടി വീതം ജഡ്ജിമാർക്കും 50 കോടി രൂപ അഭിഭാഷകർക്കും നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. ബിജെപി നേതാക്കൾക്ക് ജനുവരി 2009 പണം നൽകിയെന്നാണ് പറയുന്നത്. അതേസമയം ഈ ദിവസങ്ങൾ കൃത്യമാണോ എന്ന് വ്യക്തമല്ല. ബിജെപിയെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ബിജെപിയും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.